ആ വിദ്വേഷ പ്രസംഗത്തിൽ പ്രധാനമന്ത്രിയുടെ വിശദീകരണം തേടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഏപ്രിൽ 29 രാവിലെ 11 മണിക്കകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ JP നദ്ദ വിശദീകരണം നൽകേണ്ടി വരും എന്നാണ് അർജുൻ പീതാംബരൻ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പാണെങ്കിലും അല്ലെങ്കിലും സംസാരിക്കുന്നതിന് ഒരു അതിർത്തി എപ്പോഴും വേണമല്ലോ. ഒരു പബ്ലിക് ഫിഗറായി നിൽക്കുന്ന, ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ, അത് പ്രധാനമന്ത്രിയാണെങ്കിലും ഇങ്ങ് താഴെ ഒരു പഞ്ചായത്ത് അംഗമാണെങ്കിൽ പോലും ഒരു പൊതുവേദിയിൽ പറയുന്നതിന് വർഗീയ ചുവ വരിക എന്ന് പറയുന്ന അത്യന്തം ഗൗരവതരം തന്നെയാണ്. പ്രധാനമന്ത്രി എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്, ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും പ്രധാനമന്ത്രിയാണ്. ഈ രാജ്യത്തെ 14% വരുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം പ്രധാനമന്ത്രി നടത്തിയത് വളരെ ഷോക്കിംഗ് ആയിരുന്നു. സബ്കേ വികാസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതെ, സബ്കാ സാത്ത് സബ്കാ വികാസ് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഒരു മുസ്ലിം വിരുദ്ധ പ്രസംഗം നടത്തിയത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞെട്ടിച്ചൊരു കാര്യമായിരുന്നു. ഇനി എനിക്ക് അർജുനിൽ നിന്ന് അറിയാനുള്ള ഒരു കാര്യം, അർജുൻ, നരേന്ദ്രമോദി നേരിട്ട് വിശദീകരണം നൽകണമെന്നാണോ അതോ BJP വിശദീകരണം നൽകിയാൽ മതിയോ? അഭിലാഷ്, പാർട്ടി അധ്യക്ഷന്മാരോടാണ് ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുന്നത്. മല്ലികാർജുൻ ഖാർഗെക്കും അതുപോലെ തന്നെ JP നഡ്ഡയ്ക്കുമാണ് നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ സെക്ഷൻ 77 പ്രകാരം തന്നെ ഈ താരപ്രചാരകരും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും പൊതുവേദികളിലടക്കം ഇത്തരത്തിൽ വിദ്വേഷ പ്രസംഗം നടക്കുമ്പോൾ അത് പ്രഥമ ദൃഷ്ടിയാൽ പാർട്ടിയായിരിക്കും അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. അങ്ങനെ BJP അധ്യക്ഷൻ JP നഡ്ഡയ്ക്കും അതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്കുമാണ് നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമായിരിക്കും ആദ്യം തേടുക. ഈ രാജസ്ഥാനിലെ മുസ്ലിങ്ങളുടെ രാജ്യത്തെ സ്വത്തെല്ലാം തന്നെ മുസ്ലിങ്ങൾക്ക് നൽകുന്നു, അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ള വിദ്വേഷ പ്രസംഗം പ്രധാനമന്ത്രിയുടെ, അതിൽ വിശദീകരണം തേടിയിരിക്കുന്നത്, നോട്ടീസ് അയച്ചിരിക്കുന്നത് BJPക്കാണ്. BJP അധ്യക്ഷൻ JP നഡ്ഡയ്ക്കാണ്. അതുപോലെ തന്നെ രാഹുലിന്റെ പ്രസംഗത്തിൽ മല്ലികാർജുൻ ഖാർഗെക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതിൽ തുടർ നടപടികൾ ഉണ്ടാവുക 29 രാവിലെ 11 മണിക്ക് തന്നെ മുൻപ് തന്നെ ഇത്തരത്തിൽ വിശദീകരണം നൽകണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷമായിരിക്കും ആ കേസെല്ലാം അല്ലെങ്കിൽ ആ സംഭവങ്ങളെല്ലാം അവിടെ വെച്ച് അവസാനിപ്പിക്കുമോ അതല്ലെങ്കിൽ തുടർ നടപടിയുമായി മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഈ കോൺഗ്രസ് നേതാവ് ആയിട്ടുള്ള സുർജേവാല ഹേമ മാലിനിക്കെതിരെ ഒരു അധിക്ഷേപം അല്ലെങ്കിൽ ആ ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ സമയത്ത് അന്ന് 48 മണിക്കൂർ നേരത്തേക്കൊരു വിലക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ചും ഈ പ്രചാരണത്തിൽ നിന്നും അതുപോലെ തന്നെ പൊതു റാലികളിലൊന്നും തന്നെ പങ്കെടുക്കാൻ പാടില്ല, അതിൽ ഒരു വിലക്ക്. ഇതിപ്പോ കടുത്ത വിമർശനം പല ഭാഗത്തു നിന്ന് ഉയരുന്ന സമയത്തുള്ള ഒരു അടിയന്തര നടപടി എന്നതിനപ്പുറത്തേക്ക് കാണേണ്ടതുണ്ടോ? അങ്ങനെ മാറ്റി നിർത്തുക പ്രധാനമന്ത്രിയെ പ്രചാരണ രംഗത്ത് ഇന്നൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? മാധു, പ്രധാനമായിട്ടും അതിൽ ഒരു സംശയമുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ നോക്കുന്ന സമയത്ത് ഇത് രാജസ്ഥാനിൽ നിന്ന് തുടങ്ങി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും, പ്രത്യേകിച്ചും ഛത്തീസ്ഗഡിലും അതിന് പിന്നാലെ ഇപ്പോൾ മധ്യപ്രദേശിലും എത്തി നിൽക്കുന്നു പ്രധാനമന്ത്രിയുടെ ഒരു പ്രചാരണം എന്ന് പറയുന്നത്. അതിലെല്ലാം തന്നെ ആ പൊതുവേദികളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടോ അതല്ലെങ്കിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രീതിയിലായിട്ടുള്ള പ്രസംഗങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും തുടരെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണ്. അതിലാണ് ഇത്രയും നാളും മൗനം പാലിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണം തേടിക്കൊണ്ട് BJPയിൽ നിന്ന് പ്രതികരണം തേടിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ അല്ലെങ്കിൽ അതിലും ഒരു പ്രതികരണം തേടി കോൺഗ്രസിനും മല്ലികാർജുൻ ഖാർഗെക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അതിൽ ശ്രദ്ധേയമായിട്ടുള്ളത്. രണ്ട് പാർട്ടികളും 29-നകം തന്നെയാണ് ഈ വിശദീകരണം നൽകേണ്ടത്. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികൾ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ നിഷ്പക്ഷത പാലിക്കുക എന്നത് വളരെ വളരെ പ്രധാനമാണ്. അതിന്റെ ഉത്തരവാദിത്ത കമ്മീഷനുമുണ്ട്. ആർക്കെങ്കിലും വിധേയപ്പെട്ട് പ്രവർത്തിക്കേണ്ട ഒരു സിസ്റ്റം അല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും, പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ അടക്കം ഭാഗത്ത് നിന്ന് ഏകപക്ഷീയമായ നടപടികളാണ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പ്രധാനമന്ത്രിക്കെതിരെ ഉചിതമായ നടപടി ഉണ്ടാകുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ വരികയാണ്. TN ശേഷനെ പോലൊരു മഹാൻ ഇവിടെ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും അധികാരമുണ്ട് എന്ന് തെളിയിച്ച നാടാണിത്. അതെ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യത കമ്മീഷനുണ്ട്. ഇതിപ്പോ പ്രധാനമന്ത്രിക്ക് ഒരു നോട്ടീസ് പോലും അയക്കാതിരിക്കാനുള്ള സൂക്ഷ്മതയും ജാഗ്രതയും കമ്മീഷൻ പുലർത്തുന്നതാണോ എന്നാണ് എനിക്കുള്ള സംശയം. എന്തായാലും വരുന്ന നാളുകളാണ് ഇതിനെ വിധിക്കാൻ പോകുന്നത്.